ഇന്ന് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് കിടക്കാം. 9-ാം അധ്യായം 1-ാമത്തെ വചനം ഒന്ന് വായിക്കാം. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിൽ ഉള്ള അഹശ്വേരോശിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. നമ്മൾ ഇതിൻ്റെ 7-ഉം 8-ഉം അധ്യായം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട ഒരു ദർശനം 8-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 7-ാം അധ്യായത്തിലെ പോലെ തന്നെയുള്ള മറ്റൊരു ദർശനം കണ്ടു. ഈ രണ്ട് ദർശനവും കണ്ട സമയമെന്ന് പറയുന്നത് ബാബിലോൺ സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ബാബിലോൺ ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ രാജാവായ ബെൽസാസാറിൻ്റെ കാലത്ത് തന്നെ ആയിരുന്നു ഈ രണ്ട് ദർശനങ്ങളും കണ്ടത്. ആ രണ്ട് ദർശനങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനും നമ്മൾ കണ്ടു. അത് രണ്ടും ഏതാണ്ടോ ഒരേ കാര്യം തന്നെയാണ് പറയുന്നെങ്കിലും നമുക്ക് കുറേ വ്യത്യാസങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഒരൊറ്റ വാക്യം മാത്രം വായിച്ചിട്ട് നമ്മൾ പഴയ പഠിച്ച 8-ാം അധ്യായത്തിൽ നിന്നും ഒരു വചനം മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 8-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഇത് പഠിച്ചപ്പം അന്ന് നമ്മൾ ചിന്തിച്ചതാണ്. ഇത് എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എതിർ ക്രിസ്തു വരുന്നിടം വരെയും, അതായത് ദാനിയേലിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്ന മെയിൻ സാമ്രാജ്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത്. ഒരിക്കൽ കൂടി പറയുവാണെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം, പിന്നീട് മേദ്യ പെർഷ്യക്കാർ വരുന്നു, പിന്നെ ഗ്രീക്കുകാർ വരുന്നു, പിന്നീട് റോമാ സാമ്രാജ്യം തകർക്കപ്പെടുകയും പിന്നീട് ഒരു വീക്ക് കോമ്പിനേഷൻസാണ്, പിന്നെ ഒരു ഡെമോക്രാറ്റിക് ഭരണങ്ങളുമൊക്കെ വന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. പിന്നീട് സ്ട്രെയിറ്റ് അവേ ദാനിയേൽ കാണുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചാണ്. ഇതിനിടയിലുള്ള ആ സഭായുഗത്തെക്കുറിച്ചോ ഒന്നും ദാനിയേൽ കാണുന്നില്ല. എന്നാൽ ഈ 8-ാം അധ്യായത്തിൽ ഇപ്പം നമ്മൾ വായിച്ചത് ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രവേശനമാണ്. അതിനകത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഇതാണ്. രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ, ഞാനിപ്പം ഇതുവരെയും പറഞ്ഞ രാജ്യവും റോമാ സാമ്രാജ്യം കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ ഭരണ സംവിധാനവും, ഇന്ന് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഭരണ സംവിധാനങ്ങൾ, ലോകത്തിലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും അതിന് ഒരു അന്ത്യകാലമുണ്ട്. അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ദാറ്റ് ഈസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദാറ്റ് വെൻ ദ ട്രാൻസ്ഗ്രഷൻസ് ഹാവ് റൺ ദെയർ കോഴ്സ്. അപ്പം ഈ അതിക്രമം അതിൻ്റെ ഫുൾനെസ്സിൽ റീച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഈ ഒരു അധികാരം, ലോകത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുകയും, അതാണ് ഒരു രാജാവായിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഇതായിരുന്നു നമ്മൾ കണ്ടത്. അപ്പം ഈ കണ്ട സാമ്രാജ്യങ്ങളെല്ലാം ഇന്ന് വരെയുള്ള എല്ലാ ഭരണാധികാരികളും എന്താ വിശ്വസിക്കുന്നത്? അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല ദൈവമാണ് അവരെ ആ സ്ഥലത്ത് പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്. എല്ലാം സ്വന്തം കഴിവുകളും കൊണ്ട് ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ അവരുടെ കഴിവ് കൊണ്ട് അവർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ രാജ്യമെന്നേ ചിന്തിക്കുന്നുള്ളൂ. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയം നോക്കുമ്പോഴും അവനവൻ്റെ കഴിവ് കൊണ്ട് അവനവൻ വെട്ടിപ്പിടിച്ചതാണ്. ആരെയൊക്കെ എന്തൊക്കെ അതിക്രമങ്ങൾ ചെയ്താലും അനീതി ചെയ്തായാലും ശരി, ഒരാളെ ചതിച്ചുകൊണ്ടാണേലും ശരി, അധികാരത്തിലേക്ക് എത്തുവാൻ എന്തും ചെയ്യും. എന്നിട്ട് ദൈവമാണ് അവരെ ഓരോരുത്തരെയും ഓരോ പൊസിഷനിലാക്കിയിരിക്കുന്നതെന്നുള്ളത് അനുസ്മരിക്കാതെ പോകുകയാണ്. ഈ എതിർ ക്രിസ്തുവും ഇങ്ങനെ ഒരു പ്രവേശിക്കും. ആ പ്രവേശനത്തിൻ്റെ ടൈമിനെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞത്. അതിക്രമത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ
ആസ് പെർ ദിസ് വേർഡ് ഇന്നും ആ അതിക്രമത്തിൻ്റെ പീക്കിലേക്ക് ഇന്നും ലോകം എത്തിയിട്ടില്ല. ലോകം എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സംഭവിക്കും. അങ്ങനെയാണ് അവിടെ വേർഡ് പറയുന്നത്. അതിക്രമം ഉണ്ടാകുമ്പോൾ ഒരു രാജാവ് ഉയർത്ത് എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഒരു രാജാവ് കടന്നു വരും. അപ്പം ഒരു പക്ഷേ നമുക്കെന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ, അതായത് ഇപ്പോൾ തന്നെ ഇത് ക്രിസ്തു എന്ന് പറഞ്ഞ ആ ഒരു ഫിസിക്കലി അങ്ങനെ ഒരാൾ ഇപ്പോൾ ഉണ്ട്. യോഹന്നാൻ്റെ കാലത്ത് യോഹന്നാൻ പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോഴേ പുറപ്പെട്ടു വന്നിരിക്കുന്നു, പലരിലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ പാസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ കൾമിനേഷൻ, ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ആൾ രൂപത്തിലേക്ക് അത് വരുന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ കണ്ട ദർശനങ്ങളെല്ലാം ഈ 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും കണ്ട ദർശനങ്ങൾ എല്ലാം ഈ രാജ്യത്തെക്കുറിച്ചും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചും അവിടെ വന്ന് കർത്താവായ യേശു ക്രിസ്തു പിന്നെ എന്നേക്കുമായിട്ടൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വരുന്നതും എതിർ ക്രിസ്തുവിനെ തകർക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിയും. ഈ 9-ാം അധ്യായത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചു. 9:1 നമ്മൾ വായിച്ചത്, അതായത് ദാര്യാവേശ് രാജാവിൻ്റെ കാലം എന്ന് പറയുമ്പോൾ ഭരണ സംവിധാനം ബാബേൽ സംവിധാനത്തിൽ നിന്ന് മാറി മേദേ പേർഷ്യയിലേക്ക് എത്തി. അതായത് അപ്പോൾ മേദേ പേർഷ്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദാനിയേലിനെ കുറിച്ച് ഒരു ചിന്ത നമുക്കുണ്ടാവണം. ദാനിയേലിൻ്റെ സ്റ്റഡി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ബാബിലോണിലേക്ക് വന്ന സമയത്ത് ദാനിയേൽ ചെറുപ്പക്കാരനായിരുന്നു, ഏതാണ്ട് ഒരു 17-18 വയസ്സ് കാണും. ഇപ്പോൾ 70 വർഷം കഴിഞ്ഞു. കാരണം കർത്താവ് പറഞ്ഞു 70 വർഷത്തേക്കാണ് ബാബിലോൺ പ്രവാസം ദൈവം അവർക്ക് വെച്ചിരുന്നത്. അപ്പോൾ 70 വയസ്സ് കഴിയുമ്പോൾ ഏതാണ്ടോ 87-90 വയസ്സായിരുന്നപ്പോൾ ദാനിയേൽ ജീവിച്ചിരിപ്പുണ്ട്. ദാനിയേൽ ഇപ്പോൾ നിൽക്കുന്നത് മേദേ പേർഷ്യയിലെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ദാരിയവേശ് രാജാവിൻ്റെ കാലത്ത് നിൽക്കുക. എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലും ഈ 90-ാമത്തെ വയസ്സിലും അന്ന് ഉണ്ടായിരുന്ന 17-ാമത്തെ വയസ്സിൽ ആ ചെറുപ്പകാലത്തുണ്ടായിരുന്ന അതേ ജലസ് തന്നെയാണ് ഇന്നും ദാനിയേലിന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും കീപ്പോട്ട് പോകേണ്ടതല്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കണം, ഈ അതിക്രമത്തിൻ്റെ പീക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്കൊന്നും അവകാശപ്പെട്ടിരിക്കാനായിട്ടൊന്നുമില്ല. സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വരവ് വന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇരിക്കേണ്ടതാണ് നമ്മൾ ഓരോ വിശ്വാസികളും. ദാനിയേലും ഇവിടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നൊരു മിഷന് വേണ്ടി അത് കൃത്യമായിട്ടും വിശ്വസ്തയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ദാനിയേലിൻ്റെ ഒരു സ്വഭാവം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ആ വാക്യം 2-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ, അതായത് ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ അവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, പ്രായം ഇപ്പം 90 ആയപ്പോഴും താനൊരു ബൈബിൾ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അന്ന് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രിപ്ചേഴ്സ് താൻ റീഡ് ചെയ്യുകയും വായിക്കുകയും അപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് താൻ കൂടുതൽ ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് തനിക്ക് മനസ്സിലായി ബാബേൽ പ്രവാസം 70 സംവത്സരം കൊണ്ട് തീരണം. അതാണ് യെരമ്യാ പുസ്തകത്തിൽ കാണുന്നത്. നമുക്ക് ആ യെരമ്യാ പുസ്തകത്തിലെ ആ വചനം കൂടി ഒന്ന് വായിക്കാം. യെരമ്യാവ് 29-ന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു പ്രോമിസ് ഇവിടെ കിടക്കുകയാണ്, ഒരു വാഗ്ദാനം ഇവിടെ കിടക്കുകയാണ്. ആ വാഗ്ദാനം ദാനിയേൽ കണ്ടുപിടിച്ചു. അതായത് ദാനിയേൽ അത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു സീരിയസ് ബൈബിൾ സ്റ്റുഡൻറ്റിന് യഥാർത്ഥമായിട്ടും ജീവിതവുമായി ബന്ധപ്പെടുത്തി ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ദൈവത്തിൻ്റെ മനസ്സറിയാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഇവിടെ ദാനിയേലിന് മനസ്സിലായി 70 സംവത്സരമായി ഇനി ഞങ്ങൾക്ക് തിരികെ പോകാൻ
സമയമായി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഈ തിരികെ പോകണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാവണം. അല്ലാതെ ദാനിയേൽ വിചാരിച്ചാൽ ബാബേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഇസ്രായേൽ ജനം അല്ലെ യഹൂദ ജനത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ദൈവമാ പറഞ്ഞത്, ഞാൻ സന്ദർശിക്കും, ഞാൻ തിരികെ കൊണ്ടുവരും. അപ്പോൾ അത് നടന്നതേ പറ്റൂ, അത് നടന്നിരിക്കും. പക്ഷേ അതിന് കുറച്ച് ദൈവമക്കളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ സംബന്ധിച്ച് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാനിയേൽ 9:3 അപ്പോൾ ഞാൻ ഉപവസിച്ച് രട്ടുടുത്ത് വെണ്ണീരിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. സോ ഐ ഗേവ് മൈ അറ്റൻഷൻ ടു ദ ലോർഡ് ഗോഡ് ടു സീക്ക് ഹിം ബൈ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻസ് വിത്ത് ഫാസ്റ്റിംഗ്, സാക്ക്ക്ലോത്ത് ആൻഡ് ആഷസ്. ശരിയാ, നോക്കിക്കുക, ദാനിയേലിൻ്റെ ഉത്തരവാദിത്വ ബോധം നോക്കിക്കേ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശോധിച്ചപ്പം മനസ്സിലാക്കി, അതെ, കർത്താവിൻ്റെ ഇടപെടലിൻ്റെ സമയമായി. അപ്പോൾ അവിടെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് ഇവരെ എല്ലാം കൊണ്ടെത്തിച്ചോളുമെന്ന് വിചാരിച്ച് ഇരുന്നാൽ മതി. കാരണം ദാരിയവേശ രാജാവിൻ്റെ കാലം തുടങ്ങി. ബാബേൽ പ്രവാസം ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞാൽ 70 സംവത്സരം കഴിഞ്ഞാൽ ഈ ജനം തിരികെ ചെല്ലേണ്ടതാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തോളുമെന്ന് ഓർത്ത് അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ദൈവത്തെ അന്വേഷിക്കുവാൻ. എങ്ങനെ? വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥിച്ച് ഉപവസിച്ച് രട്ടെടുത്ത് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് പ്രിപ്പറേഷനിൽ തൻ്റെ ആഹാരം വെടിഞ്ഞ് ഒരു സെൽഫ്ലെസ് പ്രെയർ നമുക്കവിടെ കാണാൻ പറ്റും. തൻ്റെ മാത്രം ആവശ്യത്തിനല്ല, ഒരു ജനത്തെ, ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തിന് ദൈവം തിരികെ കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണ്. നമ്മളെക്കാളും ഉത്തരവാദിത്തം അതിനകത്ത് ദൈവത്തിനാണുള്ളത്. കാരണം ദൈവത്തിൻ്റെ വേർഡ് നിവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ താല്പര്യമാണ്. പക്ഷേ നോക്കിക്കേ, ഇവിടെ അത് നിവർത്തിക്കേണ്ടതിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിനെ പ്രേരിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ദൈവവചനം പഠിക്കുന്ന സ്റ്റുഡൻസാണ്. ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വചനം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ എത്ര തവണ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് പഠിപ്പിക്കുകയും ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആ അടയാളങ്ങൾ ഏറെക്കുറെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മളുടെ ഹൃദയം ഇതുപോലെ ഒക്കെ വെമ്പൽ കൊള്ളാറുണ്ടോ? നമുക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും, ദൈവമേ അതിനുവേണ്ടി സഭകളെ, അതിനുവേണ്ടി കർത്താവെ അങ്ങയുടെ ജനത്തെ ഒരുക്കണമേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തുപോയി. അതെ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ കടക്കാൻ വരികയാണ്. ഇതിൻ്റെ മധ്യയിൽ ഈ കറപ്റ്റഡായിട്ടുള്ള വേൾഡിൽ നിന്നും ദൈവമേ നിൻ്റെ മക്കളെ നീ രക്ഷിക്കണമേ. അവരാരും ഈ ലോകത്തിൻ്റെ പിറകെ പോകാതെ ദൈവമേ കാത്തുകൊള്ളണമേ എന്നുള്ളൊരു പ്രാർത്ഥന, ഒരു സെൽഫ്ലെസ് പ്രെയർ പ്രാർത്ഥിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് പിശാച് അത്ര കണ്ട് മനുഷ്യരെ കുരുടാക്കിക്കൊണ്ടിരിക്കുക. വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ, വൃദ്ധന്മാരെന്ന് അവകാശപ്പെടുന്നവർ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇന്ന് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ എന്താ? ലോകത്തിലെ കുറേ കാര്യങ്ങൾ, അതെ അല്ലേ, ലോകത്തിലെ നന്മകൾ കിട്ടുന്നതിനെക്കുറിച്ചും. ഇപ്പം കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളിൽ എല്ലാവരും അരിഷ്ടന്മാരത്രേ. നമ്മളുടെ പ്രയർ എന്താണ്? നമുക്കൊന്ന് നോക്കാം. പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ 4-ാം വാക്യം മുതൽ ദാനിയേലിൻ്റെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ വിശ്വാസം, തൻ്റെ കോൺഫിഡൻസാണ്. അതായത് വാക്ക് പറഞ്ഞവൻ നിവർത്തിക്കുന്ന ദൈവമേ, തൻ്റെ ജനങ്ങളോട് കരുണയും സ്നേഹവും താൻ ചെയ്ത നിയമത്തെയും ഓർക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം പറയുകയാണ്. അതായത്
ദൈവമേ എന്താ ചെയ്യാൻ പോകാൻ ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞതെന്തെന്നാൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആവശ്യം കർത്താവിനോട് പറയുന്നത് മാത്രമല്ല, ഈ പ്രാർത്ഥന നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇതൊരു കൺഫെഷനാണ്, ഇതൊരു ഏറ്റുപറച്ചിലാണ്. നമുക്കവിടെയാണ് ഈ മനുഷ്യൻ്റെ ഒരു വലിയ മഹത്വം കാണാൻ പറ്റുന്നത്. നമുക്കൊരു ന്യൂ കവനൻറ്റിലെ ഒരു ബിലീവറിനെ പോലെയുള്ള ഒരാൾ, അതായത് നമ്മൾ ഇത്തരത്തിൽ പ്രാർത്ഥിക്കേണ്ടവരാ. ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മളിൽ നിന്ന് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. ന്യൂ കവനൻറ്റിൽ പുതിയ നിയമത്തിൻ്റെ കീഴിലുള്ള ദൈവജനം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പം നോക്കിക്കേ, നമുക്ക് നോക്കാം. അപ്പം ഞാനിത് എല്ലാം ഒന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആ പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ, അതായത് 5 മുതൽ പ്രാർത്ഥനയുടെ കണ്ടൻറ്റാണ് അങ്ങ് താഴെ വരെയും ഒരു 16-17 വാക്യങ്ങൾ വരെയും ഓൾമോസ്റ്റ് 19 വരെയും ഈ പ്രാർത്ഥനയുടെ കണ്ടൻറ്റാണ്. ഈ കണ്ടൻറ്റിനകത്ത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിളായ കാര്യം നമ്മൾ എടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഈ സ്റ്റഡി കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ലൈഫിനെ നമ്മൾ ക്രമപ്പെടുത്തുകയും നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ദാനിയേലിൻ്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത് പഠിച്ചതുകൊണ്ടോ, പ്രാർത്ഥിക്കുകയല്ല പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്രാർത്ഥനയ്ക്കകത്ത് കൂടെ പറയുന്ന ഒരു ഫ്രേസാണ് വി ഹാവ് സിൻഡ്. അതായത് ഞങ്ങൾ പാപം ചെയ്തു. ഇങ്ങനെയാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത്. അതായത് നമുക്ക് 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിൻ്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഇനിയും അടുത്ത വാക്യമെന്ന് പറയുന്നത് 8-ാമത്തെ വാക്യം വായിക്കുമ്പം അവിടെയും വീണ്ടും അത് തന്നെ ഉപയോഗിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടത് തന്നെ. ഓക്കെ, 8-ാമത്തെ വാക്യം ഇപ്പം നമ്മൾ വായിച്ച് 9-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു. ഓക്കെ, ഇനി 11-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇസ്രയേലിലൊക്കെയും നിൻ്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിൻ്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അപ്പം ഒന്നാമതായിട്ട് ദാനിയേൽ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താ? കർത്താവെ, ഈ 70 സംവത്സരവും ഞങ്ങൾ വരുത്തി വെച്ചതാണ്. ഈ 70 സംവത്സരം അന്യജാതിക്കാരനായ രാജാക്കന്മാരുടെ കീഴിൽ അടിമകളായി അല്ലെങ്കിൽ പ്രവാസികളായി കഴിയേണ്ടി വന്നത് ദൈവമേ നിൻ്റെ കുറ്റമല്ല, നിൻ്റെ അനീതിയല്ല. കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തതാണ്. ഈ ഞങ്ങൾ എന്ന് പറയുമ്പം ദാനിയേലിനെ മാറ്റി നിർത്തിയില്ല. ദാനിയേൽ പ്രാർത്ഥിച്ചത്, ദൈവമേ ഈ കണ്ട ജനം മൊത്തവും അവരുടെ പിതാക്കന്മാരും പാപം ചെയ്തെന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാമായിരുന്നു. അങ്ങനെയല്ല, ദാനിയേൽ ഉൾപ്പെടെ ടേക്കിംഗ് ദ ബ്ലെയിം ഓൺ ഹിംസെൽഫ്, താനും ആ തെറ്റിനെ ഏറ്റുപറയുകയാണ്. ദാറ്റ് വി ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് യു ലോർഡ്. അതായത് ദൈവമേ, 2 കാര്യങ്ങളോ, ഒന്ന് മറ്റാരെയും വേറെ ആരെയും കുറ്റപ്പെടുത്താതെ സ്വയമായിട്ടും കൂടി വേറെ മാത്രം കുറ്റപ്പെടുത്താതെ സ്വയമായിട്ടും കൂടി ആ കുറ്റം ഏറ്റെടുക്കുന്നു. 2, ദൈവം ചെയ്ത ഈ ന്യായവിധി നീതിയുള്ളതാണെന്നും കൂടി പറയുകയാണ്. അതായത് ദാവീദ് തൻ്റെ തെറ്റിന് ദൈവം ശിക്ഷിച്ചപ്പം ദൈവം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവമേ നീ വിധിക്കുമ്പോൾ നീതിമാനായി തീരേണ്ടതിന്. സോ ഈ ഒരു ബോധ്യം അന്നത്തെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, ദൈവഭക്തന്മാർക്ക് അന്നുണ്ടായിരുന്നു. ദാനിയേലിന് അത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാനിയേൽ ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് ഞങ്ങൾ അർഹിച്ചത് തന്നെയാണ് ഈ ശിക്ഷ. ഈ ഒരു പ്രവാസകാലം ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. എങ്കിലും ദൈവമേ നീ ഞങ്ങളോട്
കരുണ കാണിക്കുന്നല്ലോ. ഇതാണ് ആ പ്രാർത്ഥനയുടെ ആകത്തുക. ഇനിയും മറ്റൊരു പദം ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4 പറയുന്നൊരു പദമാണ്, അല്ലെങ്കിൽ കുറച്ച് പദങ്ങളാണ്. ഞങ്ങൾ നിൻ്റെ ശബ്ദം അനുസരിച്ചില്ല. വി ഹാവ് നോട്ട് ഒബെയ്ഡ് യുവർ വോയിസ്. മറ്റേത് നമ്മൾ പറഞ്ഞു നിന്നോട് പാപം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെയും അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് നിൻ്റെ ശബ്ദം ഞങ്ങളാരും കേട്ടിരുന്നില്ല. നമുക്ക് 2-3 വചനങ്ങൾ നോക്കാം. 6-ാമത്തെ വചനം വായിക്കുമ്പം, ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിൻ്റെ നാമത്തിൽ സംസാരിച്ച നിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചില്ല. ഞങ്ങൾ അവിടുത്തെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ശബ്ദമാണ്. അവിടുന്ന് തൻ്റെ ജനത്തോട് സംസാരിക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്തെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ വാക്ക് കേട്ടില്ല. വീണ്ടും നമ്മൾ 10-ാം വാക്യത്തിൽ വരുമ്പോൾ, അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണം പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. വി ഹാവ് നോട്ട് ഒബെയ്ഡ് യുവർ വേർഡ്. അതാണ് നോർ വി ഹാവ് വി ഒബെയ്ഡ് ദ വോയിസ് ഓഫ് ദ ലോർഡ് അവർ ഗോഡ്. അപ്പം നിൻ്റെ ശബ്ദം വീണ്ടും കേട്ടില്ല എന്ന് പറയുകയാണ്. 11-ാമത്തെ വചനം അതിലും പറയുകയാണ്, ഇസ്രയേലിലൊക്കെയും നിൻ്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിൻ്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. സോ ഇവിടെ 11-ാമത്തെ വാക്യത്തിലും പിന്നെയും ആവർത്തിച്ചു പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ ശബ്ദം കേട്ടില്ല. ഇനി നമ്മൾ അതിൻ്റെ 14-ാമത്തെ സെൻറ്റൻസ് വായിക്കുമ്പോൾ, അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന് അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും നീതിമാനാകുന്നു. ഞങ്ങളോ അവൻ്റെ വചനം കേട്ടനുസരിച്ചില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനയിൽ കണ്ടത്. ഒന്ന്, ദാനിയേൽ അഡ്മിറ്റ് ചെയ്യുവാണ്, ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്തു. ഒരു തവണയല്ല, 4 ഡിഫറെൻ്റ് വാക്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെയും പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ അവിടുത്തെ ശബ്ദം കേട്ടനുസരിച്ചില്ല. എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കേട്ടത്? ദൈവം അശരീരി പോലെ ഇങ്ങനെ പറഞ്ഞെന്നല്ല പറയുന്നത്. കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ വിഗ്രഹാരാധനയെക്കുറിച്ചും ഞങ്ങളുടെ അശുദ്ധമായ ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങൾ അത് കേട്ടില്ല. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കണ്ട കാലങ്ങളിൽ ദൈവം സഭയിലൂടെയും ദൈവം വ്യക്തികളിലൂടെയും ഒക്കെ നമ്മുടെ പാപ സ്വഭാവത്തെക്കുറിച്ച്, നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിത് ഗൗനിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇന്ന് നമുക്ക് ആവശ്യമാണ്. ദൈവമേ, അവിടുത്തെ വേർഡ് ഞങ്ങളിലൂടെ പലപ്പോഴായിട്ടും പല വട്ടങ്ങളായിട്ടും പല രീതികളിലും ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ട്, കർത്താവെ, എത്ര കണ്ട് ഞങ്ങൾക്ക് അനുസരിക്കുവാൻ സാധിച്ചു. ഇവിടെ ദാനിയേൽ പറയുകയാണ്, ഞങ്ങളതനുസരിച്ചിരുന്നില്ല. അപ്പോൾ ദൈവത്തെ അവിടെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഈ ബാബിലോൺ പ്രവാസത്തിന് കുറിച്ച് ദൈവത്തിനെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ ദാനിയേലിനില്ല. ദാനിയേലിനെയും ദാനിയേലിൻ്റെ അന്നുണ്ടായിരുന്ന ജനത്തെയും ഒക്കെ അവിടെ പ്രതി ചേർക്കപ്പെടുകയാണ്. ഞങ്ങളാണ് കുറ്റക്കാർ. ഇനിയും മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന് അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ദൈവം ഇത് വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഓർത്തേനെ, ദൈവം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ദൈവത്തിൻ്റെ ജനത്തെ ദുഃഖിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ല. നമ്മൾ ബൈബിളിൽ പല ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്, കാരണം കൂടാതെ ദൈവത്തിൻ്റെ മക്കളെ അവൻ ഒരിക്കലും അവൻ ശിക്ഷിക്കുന്നില്ല. ഒരു കാരണവുമില്ലാതെ ദൈവം നമ്മുടെ സങ്കടം കാണാനിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ സങ്കടം ദൈവത്തിന് കാണണ്ട. അപ്പം നമ്മൾ സങ്കടപ്പെടുന്നെങ്കിൽ അത് കർത്താവിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഈ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. നോക്ക്,
ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ലൈഫിൽ ഓരോന്നുണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവത്തെ തള്ളി മാറ്റി പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും ഈ പ്രാർത്ഥിക്കുന്നതിലൊന്നും കാര്യമില്ല, സഭയിൽ പോകാതെ സഭ മുടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം നിവർത്തിച്ചില്ലെങ്കിൽ ഉടനെ മാറുക. പക്ഷേ എത്രയോ ഫൂളിഷ്നെസ്സാണ്. ദൈവം തൻ്റെ മക്കൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല. എന്നാൽ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. കാരണം അവൻ എപ്പോഴും നീതിമാനാണ്. ഇവിടെ ദാനിയേൽ അംഗീകരിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ്, അവിടുന്ന് നീതിമാനാകുന്നു. നമുക്ക് 7-ാം വാക്യത്തിൽ നോക്കുമ്പോഴും അത് അഡ്മിറ്റ് ചെയ്യുവാണ്. കർത്താവേ, നിൻ്റെ പക്കൽ നീതിയുണ്ട്, നീ ചെയ്യുന്നതെല്ലാം നീതിയോടുകൂടെ തന്നെയാണ്. ഇനിയും നമുക്ക് ആമോസിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം കൂടി വായിക്കാം. അതായത് ദൈവത്തിൻ്റെ മക്കളെയോടാണ് ദൈവം വിളിച്ച ദൈവത്തിൻ്റെ ജനത്തെ ദൈവം ശിക്ഷിക്കും, ഒരു സംശയവും വേണ്ട. അത് വെറുതെ ശിക്ഷിക്കത്തില്ല. നമ്മൾ നന്മ ചെയ്തിട്ട് നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മുടെ ലൈഫിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ വേർഡ് വിട്ട് ജീവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദൈവം പറയുന്നുണ്ട്, താൻ സ്നേഹിക്കുന്ന മക്കളെ താൻ ശിക്ഷിക്കുന്നു. എന്തിനാണ്? നമ്മളെല്ലാവരും ബെറ്റർ ക്രിസ്ത്യൻസ് ആകാൻ, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ, തൻ്റെ പുത്രനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ. അതിനാണ് ദൈവം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുവദിക്കുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അതുകൊണ്ട് ഒരിടത്തും നമ്മൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ദൈവത്തെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട. അവിടെ ശ്രദ്ധിക്കുക, ദൈവം നീതിമാനാണ്. അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ കുറവുകളെ ദൈവം മനസ്സിലാക്കി തരും. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആമോസിൻ്റെ പുസ്തകത്തിലൂടെ ഒന്ന് വായിക്കാം. എന്താണ് ഈ ദൈവത്തിൻ്റെ ശിക്ഷാ നടപടികൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളും ആയിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വചനം നമുക്ക് വായിക്കാം. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്യുന്ന ഈ വചനം കേൾക്കുവിൻ. ഒരു കാര്യം ആമോസിനെക്കുറിച്ചൊന്ന് പറയട്ടെ. ഈ പുസ്തകം, ആമോസ് എന്ന് പറഞ്ഞ പുസ്തകം ദാനിയേൽ കഴിഞ്ഞിട്ടാണ് ബൈബിളിൽ പ്ലേസ് ചെയ്തെങ്കിൽ പോലും ദാനിയേലിനൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ്. ഈ ആമോസ് പ്രവാചകനെ ദൈവം സ്പെസിഫിക്കായിട്ട് പ്രധാനമായിട്ടും ഇസ്രയേൽ, അതായത് നോർത്തേൺ കിങ്ഡം, ആ നോർത്തേൺ കിങ്ഡം ആയിരിക്കുന്ന ഇസ്രയേലിന് നേരെ പ്രവചിക്കാൻ വേണ്ടിയാണ് നിയമിച്ചുവെങ്കിലും ഒരുപാട് പേർക്കെതിരെ പ്രവചനമുണ്ടെങ്കിൽ പോലും സ്പെസിഫിക്കലി ഇസ്രയേലിനെതിരെയായിരുന്നു. താൻ യഹൂദ ദേശത്ത് നിന്ന് ആമോസ് ആയിരുന്നു, തന്നെ ദൈവം അങ്ങോട്ടേക്ക് അയച്ചതാണ്. അപ്പം അവിടെ വെച്ച് ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെക്കുറിച്ച് പറയുകയാണ്. 2-ാമത്തെ വാക്യം, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. ശരിയല്ലേ? നമുക്ക് അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം തിരഞ്ഞെടുത്ത് അതിലൂടെ ഇസഹാക്ക്, യാക്കോബിൻ്റെ 12 മക്കൾ, അവരെ മാത്രം തിരഞ്ഞെടുത്ത് അതുകൊണ്ട് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ ഒക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ഇനിയൊന്ന് പറഞ്ഞേ, ദൈവം നീതിമാനല്ലേ? ഡെഫിനറ്റ്ലി ദൈവം നീതിമാനാണ്. നമ്മളോട് ദൈവത്തിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നത്. ഒറ്റ കാര്യമേ അതിന് ചെയ്യാനായിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ വീഴുക. എൻ്റെ കർത്താവെ, തെറ്റുപറ്റിപ്പോയി, അവിടെ മാനസാന്തരപ്പെടുക. അതുമാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ 12-ാം വാക്യത്തിനകത്ത് ദാനിയേലിൻ്റെ പുസ്തകം 9:12 ഈ ആമോസി പറഞ്ഞ അതേ കാര്യം തന്നെ ദാനിയേലും പറയുകയാണ്. അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കയാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ന്യായപാലനം നടത്തി വന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരുളി ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. യെരൂശലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴ് എങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ. എന്താ കാരണം? യെരൂശലേമിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ശിക്ഷിക്കും. എന്തിനാന്ന് വെച്ചാൽ നശിപ്പിക്കാനല്ല, ദൈവം അവരെ പണിതെടുക്കാനാണ്. ഇന്ന്
ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് നമ്മൾ എന്ത് തെറ്റും ചെയ്ത് ഒരു കൂസലുമില്ലാതെ നടന്ന് ഇന്നത്തെ ഒരു തെറ്റായ ദുരുപദേശം പോലും അതുതന്നെയാണ്. ഒരു കുഴപ്പവുമില്ല, വൺസ് ആൻഡ് ഫോർ ഓൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. അങ്ങനെയല്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ദിറ്റ്. ദാറ്റ് ഈസ് എൻ ഈവിൾ ഡോക്ട്രിൻ. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. കാരണം ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം. ഇന്ന് ദൈവം ക്രിസ്തുയേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ സ്വഭാവത്തിന് ദൈവത്തിനൊരു മാറ്റവുമില്ല. നമ്മളെയും ഇന്ന് ശിക്ഷിക്കും. ഒറ്റ കാര്യമേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. വൈ കാൺ വി റിപ്പൻറ്റ്? നമുക്ക് എന്തുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൂടാ? എൻ്റെ കർത്താവേ, ദാവീദ് ദാനിയേൽ കേണപേക്ഷിച്ചതുപോലെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. എന്നിട്ട് നമുക്ക് 13ാമത്തെ വാക്യം കൂടെ വരുമ്പം, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു, എന്നിട്ടും ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിൻ്റെ സത്യത്തിൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. നോക്കിക്കേ, ഇപ്പോൾ ഇതിൽ നിന്ന് ക്ലിയറാണ്. അതായത് മോശയുടെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അകൃത്യം ചെയ്താൽ ദൈവം ശിക്ഷിക്കും. എന്നിട്ട് ദാനിയേൽ ഇവിടെ പറയുകയാണ്, ഇത് ചെയ്തിട്ടും ഞങ്ങൾ എന്ത് ചെയ്തില്ല? അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചില്ല. ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ നോക്കിക്കേ, ഒരു പുതിയ നിയമ വിശ്വാസി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെന്ന് നമ്മൾ ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമേ, ഈ പ്രതിസന്ധി, ഈ പ്രശ്നങ്ങൾ ദൈവം നീതിമാനായിട്ട് തന്നെയാണ് അയച്ചത്. എൻ്റെ കുറവിനെ എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ലൈഫിൽ ഒരുപക്ഷെ എൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കും, എൻ്റെ മനോഭാവമായിരിക്കും, പലതും നമുക്കറിയില്ല. ദൈവം പലതും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ദാനിയേൽ ആഗ്രഹിക്കിയ ഒരു കാര്യമായിരുന്നു, ഇങ്ങനെയൊന്ന് ദൈവം ചെയ്യുന്ന സമയങ്ങളിൽ ജനം മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ എന്നല്ല, ഈ ബാബിലോൺ പ്രവാസം അവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം വരുത്തി വെച്ചത് തന്നെയാണ് ഇത്. നമുക്ക് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരാം. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. കർത്താവേ, നിൻ്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിൻ്റെ കോപവും ക്രോധവും നിൻ്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്നും നീങ്ങിപ്പോകുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം യെരൂശലേമും നിൻ്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദയായി തീർന്നിരിക്കുന്നുവല്ലോ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ട് ശൂന്യമായിരിക്കുന്ന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാകണമേ. അപ്പോൾ ഇവിടെ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ശരിയാണ് കർത്താവേ, ഞങ്ങളെല്ലാം പാപം ചെയ്തു പോയി. ഇന്നിതാ അങ്ങയുടെ മുഖത്തേക്ക് വരികയാണ്. ഈ 70 സംവത്സരം കഴിഞ്ഞു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വെറുതെ ദൈവമേ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ബാബിലോണിൽ എത്തുക എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതലായി അവിടെ ദാനിയേലിൻ്റെ ഒരു വലിയ ഭാരം നമുക്ക് കാണാൻ പറ്റും. അതെന്തിനെക്കുറിച്ചാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ അവിടെ നിൻ്റെ നാമം, നിൻ്റെ എന്ന് കൂടെ ഉപയോഗിച്ചേക്കുക. നമ്മളത് എണ്ണി നോക്കുവാണെങ്കിൽ ഏതാണ്ട് 12 തവണ അങ്ങനത്തെ ഒരു പ്രയോഗിക്കും. ഈ അവസാനിക്കുമ്പോൾ എന്തുവാണത് നമുക്ക് നോക്കാമത്. 16ാമത്തെ വചനം, കർത്താവേ, നിൻ്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിൻ്റെ കോപവും ക്രോധവും നിൻ്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. ഇല്ല, നിൻ്റെ, നമുക്ക് ആദ്യമേ അവിടെ കാണുന്ന നിൻ്റെ പട്ടണം, യുവർ സിറ്റി ജെറുസലേം 16ാം വാക്യത്തിൽ. പിന്നെയും പറയുകയാണ് യുവർ ഹോളി മൗണ്ടൻ, നിൻ്റെ വിശുദ്ധ പർവ്വതം. പിന്നെ അതേ വാക്യത്തിൽ തന്നെ യുവർ പീപ്പിൾ, നിൻ്റെ ജനം. നമുക്ക് 17ാമത്തെ വാക്യത്തിൽ വരുമ്പം സോ നൗ അവർ ഗാഡ് ലിസൺ ടു ദ പ്രെയർ ഓഫ് യുവർ സെർവൻറ്റ്, നിൻ്റെ ദാസനായ അവൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പിന്നെ ടു ഹിസ് ആൻഡ് ഫോർ യുവർ സേക്ക്, നിൻ്റെ നാമം നിമിത്തം. ആൻഡ്
യുവർ ഡെസൊലേറ്റ് സാങ്ച്വറി നമ്മളിവിടെ വായിക്കുന്നു. എന്തോ ശൂന്യമായിരിക്കുന്ന നിൻ്റെ വിശുദ്ധ മന്ദിരം. വീണ്ടും 18-ാമത്തെ വാക്യത്തിൽ ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ അവർ ഡെസൊലേഷൻ ആൻഡ് ദ സിറ്റി വിച്ച് ഈസ് കോൾഡ് ബൈ യുവർ നെയിം. ദൈവമേ, നിൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ട പട്ടണം. ആൻഡ് വി ആർ നോട്ട് പ്രസൻറ്റിങ് അവർ സപ്ലിക്കേഷൻ ബിഫോർ യു ഓൺ അക്കൗണ്ട് ഓഫ് എനി മെറിറ്റ്സ് ഓഫ് അവർ ഓൺ ബട്ട് ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ഗ്രേറ്റ് കമ്പാഷൻ. ഞങ്ങൾക്കിവിടെ ഒന്നും നിരത്താനില്ല, ഞങ്ങൾക്കൊരു അവകാശം പറയാനുമില്ല. 70 സംവത്സരം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ എന്നൊന്നും പറയാനായിട്ടില്ല. വി സീക്ക് യുവർ ഗ്രേറ്റ് കമ്പാഷൻ. ദൈവമേ, നിൻ്റെ കൃപ നിൻ്റെ അനുകമ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, നിൻ്റെ അനുകമ്പ ചൊരിയണമേ. 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിൻ്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. അതെ, നോക്ക്, ഇവിടെ ഒന്നും ദാനിയേൽ വലിയ മെറിറ്റ് പറയുമല്ല. ദൈവമേ, ഞാൻ ബാക്കിയുള്ള ജനത്തെപ്പോലൊന്നുമല്ല. ഞാൻ വിശ്വസ്തനായിട്ട്, ഞാൻ ഈ ബാബിലോണിൽ വന്ന നാൾ മുതൽ വിശ്വസ്തനായിരുന്നു. ഞാൻ ആഹാരം കൊണ്ട് എൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ല. എൻ്റെ സുഹൃത്തുക്കൾ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വണങ്ങിയില്ല. ഇനി നമ്മൾ വായിക്കുന്നു, ആ രാജാവിൻ്റെ കാലത്തും, മെദിയ പെർഷ്യ രാജാവിൻ്റെ കാലത്തും രാജാവിനെ വണങ്ങുകയൊന്നും ചെയ്തില്ല. അതിൻ്റെ പ്രതിഫലമായിട്ട് ഞാൻ സിംഹക്കുഴിയിലും പോയി. കർത്താവേ, ഇതൊക്കെ പോരെ കർത്താവേ, എന്നെ തിരികെ കൊണ്ടുവരണമെന്നല്ല പറയുന്നത്. കർത്താവേ, ഞങ്ങളുടെ ആ വളരെ വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യം ഇതാണ്. വി ആർ നോട്ട്, ആ 18-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, വി ആർ നോട്ട് പ്രസൻറ്റിങ് അവർ സപ്ലിക്കേഷൻസ് ബിഫോർ യു ഓൺ അക്കൗണ്ട് ഓഫ് എനി മെറിറ്റ്സ് ഓഫ് അവർ ഓൺ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമേ, ഞാനിത് ചെയ്തു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് നോട്ട് അക്കോർഡിംഗ് ടു അവർ മെറിറ്റ്സ് ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് ഗ്രേറ്റ് കമ്പാഷൻ. അതാണ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത്. ഇതിന് അത്ര കണ്ട് ഹ്യൂമിലിറ്റി നമുക്ക് വേണം. സോ ഇതാണ് ആ പ്രയറിൻ്റെ ആകത്തുക. ഈ പ്രാർത്ഥനയാണ് ദാനിയേൽ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ചതിൻ്റെ തുടർച്ചയുള്ള കാര്യമാണ് ദൈവം അവിടെ ഒരു വലിയ വെളിപാട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ 70 വീക്സ് 70 ആഴ്ചയുടെ ദർശനം എന്ന് നമ്മൾ പറയുന്നത്, വിളിക്കുന്നത് വിഷൻ ഓഫ് ദ 70 വീക്സ്. അതാണ് 20-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വിവരിച്ചിരിക്കുന്നത്. നമുക്ക് ആ 20-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിക്കുവാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ഇത്രയും വായിച്ചപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ദാനിയേൽ പറയുകയാണ്, ഞാൻ എൻ്റെയും ഞങ്ങളുടെ ജനത്തിൻ്റെയും പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഗബ്രിയേൽ മാലാഖയുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആൻസർ വരികയാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരിക്കലും നമ്മളുടെ എന്തെങ്കിലും ഗുണം കൊണ്ട്, ദൈവമേ ഞാൻ ഇത് ചെയ്തു അതുകൊണ്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞല്ല കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഇതിനൊന്നും യോഗ്യതയില്ല, നമുക്ക് എന്ത് യോഗ്യതയുള്ളത്, നമുക്ക് ഈ രക്ഷ പോലും നേടാനുള്ള യോഗ്യത നമുക്കില്ല. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി നമ്മൾ എന്തിനെ ഡിസേർവ്ഡ് ആകുന്നുള്ളൂ? നമ്മൾ ഇറ്റേണൽ ഡെത്തിന് ഡിസേർവ്ഡ് ആയിരുന്ന ആളുകളാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഈ കർത്താവിനെ അറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടവരാണ്. അവിടുന്ന് ഇങ്ങോട്ടെല്ലാം കൃപയാൽ മാത്രം സംഭവിക്കുന്നതാണ്. നമ്മളുടെ ഒരു മെറിറ്റ്സും അവിടെ ഒന്നുമില്ല. എന്നാൽ ദൂതൻ പറയുന്നുണ്ട്,
നീ ഏറ്റവും പ്രിയനാകിയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പനപ്പെടും. അതാണ് ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ്. അതാണ് ദൈവം നോക്കുമ്പം, ദൈവം ആർക്കാണ് ഉത്തരമരുളുന്നത്? തന്നോട് പ്രിയം വെക്കുന്നവർക്ക് ദൈവം ഉത്തരമരുളും അല്ലേ? തന്നെ ഭയക്കുന്നവർക്ക് തൻ്റെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. തൻ്റെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവർക്ക് അവൻ്റെ പ്രമാണത്തെ പഠിപ്പിച്ചു കൊടുക്കും. സങ്കീർത്തനം 25 നമ്മൾ വായിക്കുന്നു, ടു ദ ഹംബിൾ ഹീ വിൽ ടീച്ച് ഹിസ് വേയ്സ്. ഡെഫിനറ്റ്ലി അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. ദൈവം ആ പ്രകാരമാണ് ദൈവം ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പറയുകയാണ്, അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അപ്പോൾ ഈ ദർശനം ചുമ്മാ തന്നേക്കുമല്ല, ഇത് ഗ്രഹിക്കാനാണ്. ഇത് ഗ്രഹിക്കാൻ ദാനിയേലിനോട് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളും ഇത് ഗ്രഹിക്കുക എന്നുള്ളത് ദൈവേഷ്ടമാണ്. അപ്പം ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉത്തരം നമുക്കൊന്ന് വായിക്കാം. 24 വാക്യം, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിൻ്റെ ജനത്തിനും വിശുദ്ധ മന്ദിരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ആദ്യമേ പറഞ്ഞത് ഒരു 70 ആഴ്ചവട്ടം ദൈവം തീരുമാനിച്ചു വെച്ചു. വാസ്തവത്തിൽ ദാനിയേൽ ഇവിടെ പ്രാർത്ഥിച്ചത് എന്താ? ഇവിടുന്ന് തിരികെ കൊണ്ടുവന്നതിനെക്കുറിച്ച്. 70 വർഷത്തിൻ്റെ കണക്ക്. ഈ 70 വർഷവും ഈ 70 ആഴ്ചയും തമ്മിൽ ആദ്യമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതല്ല, ദൈവത്തിൻ്റെ ആ പ്രവൃത്തി ചെയ്തോളും. ഇവരെ തിരികെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അതൊന്നുമല്ല ഇവിടെ ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് ദാനിയേലിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇനിയും ആ നിൽക്കുന്ന പോയിൻ്റ്, അതായത് ദാനിയേൽ ഇപ്പോൾ ദാരിയാവേശ് രാജാവിൻ്റെ കാലത്ത്, എന്ന് വെച്ചാൽ മേദ്യ പേർഷ്യയുടെ കാലത്ത് നിൽക്കുകയാണ്. അവിടുന്ന് ഇനിയും അങ്ങ് കർത്താവിൻ്റെ വരവ് വരെയുമുള്ള കാര്യം ടൈം ലൈൻ കൊടുക്കുകയാണ്. സമയം ക്ലിപ്തത. നമുക്ക് കർത്താവിൻ്റെ വരവ് എന്ന് നടക്കുമെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല, എക്സാക്ട്ലി എന്ന് അറിയില്ല. പക്ഷേ കാലങ്ങളും സമയങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ പോലും, ആ എക്സാക്റ്റ് ഡേറ്റ് ആണെങ്കിലും ഏറെക്കുറെ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം കർത്താവ് ഇതിൻ്റെ ഒരു ടൈം ലൈന് കൊടുക്കുകയാണ്. ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്നും ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഒരു 70 ആഴ്ച നിങ്ങളുടെ ജനത്തിന് വേണ്ടിയും ഈ ദൈവം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ 70 ആഴ്ച എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളിനിയും മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ 70 വീക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ 24 സെൻറ്റൻസിൽ 70 വീക്സ് ഹാവ് ബീൻ ഡിക്രീഡ് ഫോർ യുവർ പീപ്പിൾ ആൻഡ് യുവർ ഹോളി സിറ്റി. നിൻ്റെ ജനത്തിനും നിൻ്റെ വിശുദ്ധ പട്ടണത്തിനും വേണ്ടി 70 ആഴ്ച നിയമിച്ചിരിക്കുന്നു. ഈ 70 ആഴ്ച എന്ന് പറയുന്നത്, ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചേക്കുന്ന എബ്രായ പദം എന്ന് പറയുന്നത് ഷാബോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിൽ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അതായത് ലിറ്ററലി 7th, ദാറ്റ് ഈസ് എ വീക്ക്, സ്പെസിഫിക്കലി ഓഫ് ഇയേഴ്സ് എന്ന. അപ്പോൾ ഇത് വെറുതെ ഒരു ആഴ്ച എന്നുള്ളത് മാത്രമല്ല, 70 sevens എന്നുള്ളൊരു മീനിങ് ആണ്. 70 sevens മീൻസ് 70 × 7 490, 490 വർഷം എന്നുള്ള നിലയിലും ഈ പദം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വിഷൻ്റെ അർത്ഥം. അത് തന്നെയാണ് 70 വീക്സ് എന്ന് പറഞ്ഞാൽ 70 ആഴ്ച എന്നുള്ളതല്ല. 70 sevens മീൻസ് 490 ഇയേഴ്സ്. ഇനി നമുക്ക് ഈ 70 ആഴ്ച, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നു. 70 × 7 490 വർഷത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് താഴോട്ട് വിവരിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് വായിക്കാം. 24 വാക്യം ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. 70 വീക്സ് ഹാവ് ബീൻ ഡിക്രീഡ് ഫോർ യുവർ പീപ്പിൾ ആൻഡ് യുവർ ഹോളി സിറ്റി എന്ന് പറഞ്ഞാൽ 70 ആഴ്ച, ആഴ്ചവട്ടം നിൻ്റെ ജനത്തിനും
വിശുദ്ധ നഗരത്തിനും നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചതാണ്. അപ്പം ഞാൻ 70 ആഴ്ച എന്ന് പറയുമ്പോൾ 490 വർഷം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് എവിടെ നിന്നാണെന്ന് അറിയണം, എവിടെ വരെ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഉള്ളതാണെന്നറിയണം. അപ്പോൾ എനിവേ ഇത് അന്ത്യകാലം വരെ ഉള്ളതാണെന്നറിയുമ്പം നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് സംശയം വരുന്നൊരു കാര്യം, ദാനിയേൽ ഇത് സംസാരിച്ചിട്ട് ഏതാണ്ട് 400 അല്ലെങ്കിൽ 500 കൊല്ലത്തിന് മുമ്പേ, കർത്താവിൻ്റെ വരവിൽ 500 കൊല്ലം മുമ്പേ പറഞ്ഞ ഒരു കാര്യം അപ്പോൾ തന്നെ 500 വർഷം കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഈ 490 വർഷം ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഈ 24-ാമത്തെ വാക്യത്തിനകത്ത് 70 weeks have been decreed for your people and your holy city to finish the transgression. അതായത് അതിക്രമത്തെ തടസ്സം ചെയ്യുവാൻ, ടു മേക്ക് എൻ എൻഡ് ഓഫ് സിൻ, ടു മേക്ക് അറ്റോൺമെൻറ്റ് ഫോർ ഇനിക്വിറ്റി. ഇത് നമുക്കറിയാം ഇതെന്നാ സംഭവിച്ചത്. ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ദാനിയേൽ പറയുന്ന സമയത്ത് സംഭവിച്ചില്ല, പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. അതെങ്ങനെയാണ് സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ പറയുന്നു, അവൻ പിതാവിന് പ്രസാദകരമായിട്ട് ഭൂമിയിൽ ജീവിച്ച് അവസാനം എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു മരണപ്പെട്ടു. പിന്നെ ഉയർത്തെഴുന്നേൽക്കും. 3-ാം നാളിൽ അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്തായിട്ട് പറഞ്ഞു, ടു ബ്രിങ് എൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നസ്, നിത്യമായ നീതി നടപ്പിലാക്കാൻ. അവൻ്റെ നീതിയാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് അവൻ തൻ്റെ സഭയെ പണിതു, സഭയെ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവൻ്റെ ചേർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ചേർച്ചിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഈ നീതിയെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ്. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കാര്യമാണ് 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമി മൊത്തവും ദൈവത്തിൻ്റെ നീതിയാൽ നിറഞ്ഞു നിൽക്കും. എവ്രിവെയർ യു കൻ സീ ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. ഓക്കെ, ദെൻ ടു സീൽ അപ്പ് വിഷൻ ആൻഡ് പ്രൊഫസി, അതായത് ഇതുവരെയും പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും അതുപോലെ ദർശനങ്ങളും നടപ്പാക്കാനും, ടു അനോയിൻറ്റ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്, ഇപ്പം ഈ സമയത്ത് തകർപ്പെട്ട് കിടക്കുന്ന ഈ വിശുദ്ധ സ്ഥലം അഭിഷേകം ചെയ്യുവാൻ കൂടിയാണ്. ഇതാണ് ഈ 70 വർഷം അല്ലെങ്കിൽ 490 വർഷത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. പല പല സമയങ്ങളിലാണെന്ന് മാത്രം. ഓക്കെ, ഇനി so you are to know and discern that from the issuing of a decree to restore and rebuild Jerusalem until Messiah the Prince, there will be 7 weeks and 62 weeks. അതായത് അവിടെ 2 കാര്യങ്ങളായിട്ട് പറയുകയാണ്. എന്നാണ് ഇതിൻ്റെ തുടക്കം? ഈ ദർശനം തുടങ്ങുന്നത്, ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, ദാനിയേൽ സംസാരിക്കുന്ന സമയത്തല്ല. ദാനിയേൽ സംസാരിക്കുമ്പോൾ അവിടെ വാണുകൊണ്ടിരുന്ന രാജാവ് ദാരിയാവേശ് രാജാവാണ്. എന്നാൽ ദാരിയാവേശ് രാജാവിൻ്റെ കാലത്തല്ല എന്ത് ചെയ്തത്, യെരുശലേം പണിയാൻ, റീബിൽഡ് ചെയ്യാനുള്ള ഡിഗ്രി വന്നത് ആ സമയത്തല്ല. അതിനുശേഷം നമ്മൾ എസ്രാ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാവും, കോരേശ് രാജാവിൻ്റെ കാലത്ത് കോരേശ് രാജാവാണ് ആദ്യമായിട്ട് എന്ത് പുറപ്പെടുവിച്ചത്, യെരുശലേം പണിയുവാൻ, യെരുശലേം പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് ഏത് സമയത്താണ്? കോരേശ് രാജാവിൻ്റെ സമയത്താണ്. നമ്മൾക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ആ എസ്രായുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം ഒന്ന് വായിക്കാം. യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്. ഇതിനാണല്ലോ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പാർസി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ എന്ന് പറഞ്ഞാൽ ദാരിയാവേശ് രാജാവിന് ശേഷം മേദ്യ പേർഷ്യ റൂള് തന്നെയാണ്. അതിലുള്ള ഒരു മേജർ കിങ് ആണ് കോരേശ് രാജാവ്. സോ ആദ്യമേ നമുക്കറിയാം, ബെൽസാസറിൻ്റെ മരണത്തോടുകൂടി ദാരിയാവേശ് രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്ത കിങ്ഡമാണ് പേർഷ്യ, മേദ്യ പേർഷ്യ. പിന്നീട് അത് കോരേശ് രാജാവ് അത് ടേക്ക് ഓവർ ചെയ്യുന്നു. യഹോവ പാർസി രാജാവായ കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ,
പാർസി രാജാവ് കോരേശ് പ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദിയയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലും യെരൂശലേമിലേക്കും യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം എന്ന് പറഞ്ഞ് ഒരു വിളംബരം. അപ്പോൾ ഇതാണ് ഈ കാലമാണ്, ഈ കാലം മുതൽ നടക്കുന്ന കാര്യമാണ് ദാനിയേലിന് 70 വീക്സ് പ്രോഫസി ആയിട്ട് 70 ആഴ്ചത്തെ പ്രവചനമായിട്ട് ദാനിയേലിന് കൊടുക്കുന്നത്. അപ്പം ദാനിയേൽ നിൽക്കുന്ന സമയം മുതലല്ല, ദാനിയേൽ നിൽക്കുന്ന സമയം ദാര്യാവേശ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ കോരേഷ് രാജാവ്, ദ കിങ് സൈറസ്, ഭരണമേറ്റെടുത്തു. അപ്പോൾ ഏതാണ്ട് കണക്ക് പറയുന്നത് 452 BC-യിലാണ് ഈ ആദ്യത്തെ കൽപ്പന പുറപ്പെടുന്നത്, ഖൊരേഷ് രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുന്നത്. അതായത് യെരൂശലേം വീണ്ടും പുതുക്കി പണിയണം. യെരൂശലേം പണിയണമെന്നുള്ളത് ദൈവം ഖൊരേഷ് രാജാവിൻ്റെ ഉള്ളിൽ കൊടുത്തതാണ്. എന്നാൽ ഖൊരേഷ് രാജാവ് അവിടെ വിളംബരം ചെയ്യുന്നു, ഈ ദൈവത്തിൻ്റെ ജനമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇസ്രായേൽ ജനം അല്ലെ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി ആ പള്ളി പണിയണം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്നുകൂടി വായിക്കാം. ഞാൻ എൻ്റെ മലയാളം കൂടെ ഒന്ന് വായിക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെയും 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ടും അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അപ്പോൾ ഇത് യെരൂശലേം പള്ളി പണിയുമെന്ന് പറയുന്നു. എന്നിട്ട് അതിനെ 2 ഡിവിഷനാക്കിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറേ കൂടി ക്ലിയറാണ്. So you are to know and discern that from the issuing of a decree to restore and rebuild Jerusalem until Messiah the Prince. അപ്പോൾ ഇപ്പം എവിടം മുതൽ എവിടം വരെയാണ്? ഈ പള്ളി പണിയുവാനുള്ള ഖോരേഷിൻ്റെ കൽപ്പന മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് വരെ, ആസ് മെസ്സയ, മെസ്സിഹയായിട്ട് അവൻ കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചാണ് പറയുന്നത്. There will be 7 weeks and 62 weeks എന്ന് പറഞ്ഞാൽ 7 ആഴ്ചയും 62 ആഴ്ചയും, അത് ടോട്ടൽ കൂട്ടുമ്പം 69 ആഴ്ചയായി. 7 ആഴ്ചയെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 7 sevens ആണ്, ദാറ്റ് മീൻസ് 49 years ആണ്. 49 വർഷം. അപ്പോൾ ആ 49 വർഷവും പിന്നീടൊരു 62 വീക്സ് എന്ന് പറയുന്നു, എന്ന് പറഞ്ഞാൽ 434 വർഷം. അപ്പോൾ ഈ ആകെയുള്ള 490 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് 49 years, പിന്നെ ഒരു 434 വർഷം, പിന്നീട് വരുന്നത് അനദർ 49 years. ഓക്കെ, അപ്പം അത് 49 years അല്ല, അനദർ 7 years. ഓക്കെ, അനദർ 7 years. അങ്ങനെയാണ് ഈ മൊത്തം കൂടി 70 ആഴ്ച ആവുന്നത്. ഇനി ഈ ആദ്യത്തെ 49 years, അതായത് 7 ആദ്യത്തെ 7 വീക്സ് എന്ന് പറയുന്ന ആ 7 × 7 49 years എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ കോരേശ് രാജാവിൻ്റെ കൽപ്പന മുതൽ ഏതാണ്ട് 49 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ പള്ളി വീണ്ടും പണിതു. അവിടെ നമ്മൾ വായിക്കുന്നു, വളരെ പാടുപെട്ടും ഒരുപാട് ദുരിതം അനുഭവിച്ചുമാണ് അത് പണിതത്. അതറിയണമെങ്കിൽ നമ്മൾ എസ്രാ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് 3 ഘട്ടമായിട്ടാണ് ഇത് പണിതത്. ഒന്ന് എസ്രായുടെ നേതൃത്വത്തിൽ, നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ സെറുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളി പണിത് തീർത്തത്. അതിന് 49 വർഷം എടുത്തു. ഇനിയും അതിനുശേഷം പിന്നെയും ഒരു 62 ആഴ്ച എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇനി ഒരു 434 വർഷം. അവിടുന്ന് ഒരു 434 വർഷം ആണ് മെസ്സിഹായുടെ വരവും മെസ്സിഹായുടെ ക്രൂശിമരണത്തെക്കുറിച്ചും പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ 26-ാമത്തെ വചനം കൂടി വായിക്കാം. 62 ആഴ്ച വട്ടം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ
483 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 49 വർഷം ഓൾറെഡി കഴിഞ്ഞു, പിന്നെ ഒരു 434 അതും കൂടെ ചേരുമ്പോൾ 483 വർഷം അല്ലെങ്കിൽ 69 ആഴ്ച കഴിഞ്ഞപ്പോൾ, ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷക്തം ഛേദിക്കപ്പെടും. ആരാണ് ഈ അഭിഷക്തൻ? മുമ്പേ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അഭിഷക്തനായിട്ട് മനുഷ്യരെ അവരുടെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് വന്നവനാണ്. അവൻ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണമാണ്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു 483 വർഷം കൂടി പിന്നിടുമ്പോൾ ഏതാണ്ട് 395 BC-യിലാണ് ഈ യെരുശലേം വീണ്ടും പണിയപ്പെടുന്നത്. നമുക്കറിയാം BC താഴോട്ട് പോവുകയാണ് പിന്നീട്. അപ്പോൾ അവിടുന്ന് ഒരു 483 വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 31 AD-യിലാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും എഴുതി വെച്ചിരിക്കുന്നത്. 62 ആഴ്ച കഴിഞ്ഞപ്പോൾ ദ മെസ്സയ വിൽ ബി കട്ട് ഓഫ് ആൻഡ് നത്തിങ്. എന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യമാണ്, ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് ഹൂ ഈസ് ടു കം വിൽ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് ദ സാങ്ച്വറി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും അത് എതിർ ക്രിസ്തുവാണോ? അതല്ല അവിടെ പറയുന്നത്. നമുക്കൊന്ന് സൂക്ഷിച്ചു വായിക്കാം. 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്. അവൻ്റെ പടജനം, അവനല്ല, വരുവാനിരിക്കുന്നവൻ്റെ പടജനം. അന്ന് ഉണ്ടായിരുന്ന പടജനം ആരാന്ന് വെച്ചാൽ റോമ സാമ്രാജ്യം നിലനിന്നുകൊണ്ടിരുന്ന സമയമാണ്, കർത്താവിൻ്റെ കാലം. അതായത് കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞിട്ട് പടജനം എന്ത് ചെയ്യും? നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് നടന്നത്, ചരിത്രം പറയുന്നത് ഏതാണ്ട് 70 AD-യിൽ യെരുശലേം തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞു. കല്ലിന്മേൽ കല്ല് വരാതെ വണ്ണം ദൈവം ആ പള്ളിയെ, ആ മന്ദിരത്തെ റോമ സാമ്രാജ്യം നശിപ്പിച്ച് കളഞ്ഞു. ദൈവം പ്രവചിച്ചതുപോലെ തന്നെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ യെരുശലേമിൻ്റെ മഹത്വം കാണിച്ച തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് മൊത്തം നശിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ പ്രവചനം ആക്ഷരികമായിട്ട് 70 AD-യിൽ നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി 27-ാമത്തെ വാക്യത്തിൽ വരുമ്പം അവനൊരു ആഴ്ചവട്ടത്തേക്കും. അപ്പം നോക്കിക്കേ, ഇവിടെ ഈ തൊട്ട് മേലത്തെ വാക്യം ഈ യെരുശലേമിൻ്റെ നശീകരണത്തെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ എത്ര ആഴ്ചയായി? 69 ആഴ്ച കഴിഞ്ഞ്, 69 ആഴ്ച കഴിഞ്ഞ് കുറച്ച് സമയത്തിനകത്ത് പടജനം വന്ന് അത് നശിപ്പിക്കും. പിന്നീട് 27-ാമത്തെ വാക്യം എന്ന് പറയുന്ന ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ്. ടൈമിൽ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 2000 കൊല്ലം ഇന്നത്തെ കാലം വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു 2000-ന് മുകളിൽ വർഷങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഓൾമോസ്റ്റ് 2000 ഇയേഴ്സോളം ആയി കഴിഞ്ഞു. ഈ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ഒരു ആഴ്ചവട്ടത്തേക്കും, ഇനി ഒരാഴ്ചയും കൂടെ ശേഷിക്കുന്നുള്ളൂ. ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 ഇയേഴ്സാണ്. ഈ 7 ഇയേഴ്സ് നമ്മൾ വെളിപാട് പുസ്തകവും ഇതും കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ. ഇന്ന് വരെയും വരാനിരിക്കുന്ന പ്രഭു ഇതുവരെയും വന്നിട്ടില്ല. അവൻ്റെ പടജനം, അതായത് റോമാ സാമ്രാജ്യം എന്ത് ചെയ്തു? യെരുശലേം നശിപ്പിച്ചു. അതായത് ഈ ഭരണം നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞു. നെബൂഖദ്നേസർ മുതലേ നമുക്കറിയാം ഈ ഓരോ ഭരണ സംവിധാനത്തിലും എന്തുണ്ട്? എതിർ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. ഈവൻ യോഹന്നാൻ എഴുതിയപ്പോൾ യോഹന്നാനും പറയുകയാണ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിച്ചിരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടം, നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിനോട് ഏറ്റവും അടുത്ത് കഴിഞ്ഞു ഈ 27-ാമത്തെ വാക്യം. അതായത് അവന് ഒരു ആഴ്ചവട്ടം, ദ ലാസ്റ്റ് വീക്ക് ഓർ ദ ലാസ്റ്റ് 7 ഇയേഴ്സ്. പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 3.5 ഇയേഴ്സ് അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? ഈ പള്ളി ഇന്നില്ല. യെരുശലേം പള്ളിയില്ല. അത് പൊളിക്കപ്പെട്ട അവസ്ഥയിൽ അന്ന് റോമാ സാമ്രാജ്യം നശിപ്പിച്ചു. അത് അതുപോലെ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇനിയും
ഇമ്മീഡിയറ്റായിട്ട് നടക്കേണ്ടത് ആ പള്ളി പണിയപ്പെടുകയാണെന്നുള്ളതാണ്. അത് ഇന്ന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ വേർഡ് ഇതുവരെയും ഇത് ആക്ഷരികമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതും സംഭവിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട. പള്ളി അവിടെ പണിയപ്പെടും. ആ പള്ളിയിൽ പൂർവാധികം ശക്തിയോടുകൂടി പഴയ കാലത്തെ പോലെ തന്നെ ആരാധനകൾ അവിടെ നടക്കും. ഹനനയാഗവും ഹോമയാഗങ്ങളും എല്ലാം നടക്കും. അതിന് ഒരു പക്ഷെങ്കിൽ നേതൃത്വം വഹിക്കുന്നത് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആൾ പ്രത്യക്ഷനാകും. അവൻ സമാധാന പ്രഭുവായിട്ട് ഇസ്രയേലിന് പ്രത്യക്ഷമാകുകയും ഇസ്രയേലൊക്കെയും അവനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് പറയുന്നത് അവൻ ഈ ലോകത്തിൻ്റെ കൺട്രോൾ മൊത്തം ഏറ്റെടുക്കും. അവന് ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഓക്കെ, അവനൊരു റൂളർ തന്നെയാണ്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ അപ്പോൾ അവൻ ഈ ലോകത്തെ മൊത്തം അവന് സ്വാധീനിക്കാൻ സാധിക്കും. അവൻ നിയമങ്ങളെ കഠിനമാക്കും. ഒരുപാട് പ്രയാസമേറിയ ഒരു കാലയളവ് ആണ് ഈ 7 വർഷമെന്ന് പറയപ്പെടുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ 3.5 years കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പള്ളിയിൽ പണിത പള്ളിയിൽ ഉണ്ടായിരുന്ന ഹനനയാഗവും ഭോജനയാഗവും ഒക്കെ നിർത്തലാക്കും. അവിടെ അവൻ്റെ നിയമം കൊണ്ടുവരും. ഓക്കെ, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. അപ്പം നോക്കിക്കേ, ഇവൻ ഈ നശിപ്പിക്കുന്നവൻ, ദ സൺ ഓഫ് പെർഡീഷൻ, അവൻ എന്തു ചെയ്യും? അവൻ ഇവിടെ വന്ന് വാഴും. ഇവിടെ അവൻ്റേതായിട്ടുള്ള നിയമങ്ങൾ ഈ പള്ളിയിൽ കൊണ്ടുവരും. അത് ഒബ്വിയസ്ലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ലേവ്യ പുസ്തകത്തിലും ഒക്കെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ നിയമത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയും അവിടെ അതിനനുസരിച്ചുള്ള പീഡനങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്യും. അവൻ വീണ്ടും ഒരു 3.5 വർഷം കൂടി അവിടെ ഭരിക്കും. അതാണ് ദൈവം ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന സമയം. അതിനുശേഷം അവൻ്റെ മേലിൽ ദൈവകോപം ചൊരിഞ്ഞ് അവനെ എന്നേക്കുമായി നശിപ്പിക്കും. നമ്മളൊന്ന് നോക്കണം. ഈ ഒരു വസ്തുതയാണ് ദൈവം ഇന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ദൈവം ഇത് പറയുമ്പോൾ ദാനിയേലിനോട് പറയുക, നീ ഇത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മളിത് പഠിക്കുമ്പോൾ ദാനിയേലിനെ സംബന്ധിച്ച് ദാനിയേൽ ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്തിനാണ് പ്രാർത്ഥിച്ചത്? ബാബിലോണിൽ നിന്നും തിരികെ പോകണം. പക്ഷേ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തത് ഏറ്റവും അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലങ്ങളിൽ അന്ത്യസമയങ്ങളിൽ നടക്കുന്ന വിഷയമാണ്. ഇത് ഇന്ന് ദൈവം നമുക്ക് ഒരുപക്ഷെ ദാനിയേലിനും മനസ്സിലായി കാണത്തില്ല എന്തുവാണെന്നുള്ളത്. ദാനിയേലിന് ഇത് മനസ്സിലായിട്ടില്ല. എന്നാൽ ദൈവം ഇന്ന് ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്ന എന്തിനാന്ന് വെച്ചാൽ ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കാനാണ്. ദാനിയേലിനെ പോലെ സെൽഫ്ലെസ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനാണ്. നമുക്ക് ഒന്നാമതായിട്ട് ബോധം വേണ്ടത് നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക, നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായി തീരുക. 2, ഈ മഹാമാരി പീഡനവുമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവമേ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത് കർത്താവേ. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാവുന്നവരും നമ്മുടെ ചുറ്റുവട്ടമുള്ളവരും ഒന്നും ഈ നിത്യനരകത്തിന് പാത്രമാകരുത്. ഇതിനു മുമ്പേ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവമേ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് പറയുന്നത്. നിങ്ങൾ തല ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്തിനാണ്? മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ ചെന്ന് നിൽക്കുവാൻ. നമുക്ക് അങ്ങനെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവം ആ കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറെ എളിമപ്പെട്ടിരുന്ന് വളരെ സെൽഫ്ലെസ്സായിട്ട് നമുക്ക് ദാനിയേലിൻ്റെ പ്രാർത്ഥനകൾ നമുക്കൊന്ന് ഒപ്പിയെടുത്ത് നമുക്കിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.